ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. നാട്ടിലെ പോലെ തന്നെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശ, ചട്നി, ചമ്മന്തി, സാമ്പാർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളാണ്. കൂടെ സാൻഡ്വിച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്, ഇവിടെ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. ഇക്ക കൊണ്ടുവന്നതായിരുന്നു. മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവരാമെന്ന് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ ഇവിടെ 2 ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്തൊരു കാര്യമായിരുന്നു, മറന്നുപോയതാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല നേരം പോക്കാണ് ഇവരെ കിട്ടിയപ്പോൾ. ഇവരെ ഇങ്ങനെ നോക്കാനും പരിചരിക്കാനൊക്കെ മോനൂന് ഭയങ്കര താല്പര്യമാണ്. റിയമോൾക്ക് കുറച്ച് പേടിയാണ് കേട്ടോ, അതുകൊണ്ട് ഫുഡ് വെച്ച് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷേങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരെ. അപ്പോൾ ഇതാ ഫോണിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ നല്ലതായിരുന്നു കേട്ടോ ഇതിനെ കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ അവരിങ്ങനെ നോക്കി വളർത്തി നടക്കുകയാണ്. നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം കേട്ടോ. അതുവരെ നമ്മളടുത്ത് നോക്കാനും വേണ്ടിയിട്ട് അങ്ങനെ തന്നിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ തന്നതാണ്. ആരാ തന്നത് എന്നാവൂലേ. നമ്മളിവിടെ അടുത്തൊരു മീൻ അക്വേറിയൊക്കെ ഉള്ള ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടുത്തെ ആൾ കേട്ടോ. അത് ഒരു പരിചയക്കാരനാണ്. അപ്പോൾ കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നതാണ് കേട്ടോ. അങ്ങനെ അത് ഇനിയിപ്പോൾ അതാ ഉച്ചക്കത്തെ വിശേഷങ്ങളാണ്. ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള സംഭവങ്ങൾ സ്പെഷ്യലാണ് കേട്ടോ. മീൻമുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പഞ്ഞിന്ന് പറയും കേട്ടോ. മീൻമുട്ട എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ പേർക്ക് അറിയാം. നമ്മളെ നാട്ടിൽ പഞ്ഞിന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടപ്പോൾ. ഇത്രയും അധികം കാണലില്ലല്ലോ നാട്ടിൽ, കുറച്ചൊക്കെ അല്ലേ കിട്ടുമല്ലോ. അപ്പോൾ അതാ കഴുകി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല എനിക്കും നല്ല താല്പര്യം തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ അന്വേഷിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചും അടിപൊളിയായിട്ട് കഴിഞ്ഞ് പോയിക്കണം കേട്ടോ. ഇക്കാൻ്റെ അനിയന് കൊടുത്തയച്ചതായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കിട്ടിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൊടുത്തയച്ചതാണ്. പിന്നെ ഞാൻ ലഞ്ച് റെഡിയാക്കണതോ മറ്റുള്ള ഫുഡ് കഴിക്കണതോ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഞാനോ അതന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മീൻമുട്ട മാത്രമാണ് ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും കുട്ടികൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാവട്ടോ അവർ എണീക്കാൻ. അപ്പോൾ രാവിലെ രാവിലെയല്ല, ഉച്ചയ്ക്ക് എണീറ്റ് വന്നാൽ ഉടനെ അവർ പോയി നോക്കുന്നത് ഇവരുടെ അടുത്താണ് കേട്ടോ. ഇന്നലെ ഫുഡ് വെച്ച് കൊടുത്തതൊക്കെ കഴിച്ചിട്ടുണ്ടോ, വെള്ളമൊക്കെ തട്ടി മറിച്ചോ എന്നൊക്കെ അറിയണം. അപ്പോൾ വേഗം അവർ അവിടെയാണ് പോയി നോക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും വിചാരിക്കൂട്ടോ ഞാൻ കലത്തപ്പം ഉണ്ടാക്കണമെന്ന്. ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. നെയ്യപ്പം, ഉണ്ണിയപ്പം, കലത്തപ്പം അങ്ങനെ ട്രഡീഷണൽ ഐറ്റംസുകളായിട്ടുള്ള അപ്പങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നല്ല താല്പര്യമാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം നല്ല ഇഷ്ടമാണ്. പക്ഷേങ്കിൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഉണ്ണിയപ്പച്ചട്ടിയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കൽ ഇപ്പോൾ നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കലത്തപ്പം ഉണ്ടാക്കി നോക്കിയാലോ എന്നിട്ടാ. അങ്ങനെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ ഈ കലത്തപ്പത്തിലേക്ക് ഞാൻ തേങ്ങ, ജീരകം, അതേപോലെ തന്നെ 1 സ്പൂണ് ചോറ് അത്രയും ചേർത്തിട്ട് നല്ല പോലെ കൊണ്ട് ഫൈനാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ കലത്തപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ലൂസിൽ തന്നെ ആയെങ്കിലേ നമ്മളെ കലത്തപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാവൊക്കെ അരക്കുന്ന സമയത്ത് ഞാൻ ശർക്കര അവിടെ ഉരുക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതേപോലെ തന്നെ സോഡാപ്പൊടി, അപ്പസോഡ അല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പസോഡ ഒരു കുറഞ്ഞ അളവിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് ഒരുപാട് ചേർക്കണ്ട, ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ആ ഒരു പാനി ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തണുത്തിട്ട് ഒഴിക്കരുത്. ഇനിയിപ്പോൾ എങ്ങാനും നമ്മളെ കയ്യിൽ നിന്ന് തണുത്ത് പോയിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി അങ്ങോട്ട് മെൽറ്റ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് വേഗം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ വെന്തിട്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ വേഗം ഇളക്കി കൊടുക്കുക. അങ്ങനെ സെറ്റാക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്. കുക്കറിൽ നെയ്യും ഓയിലും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അങ്ങോട്ട് മൂത്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു പകുതി മൂപ്പായ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കലത്തപ്പത്തിന് ശരിക്കും അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവർ രണ്ടാളുമാണ് അല്ലേ. ഈ മൂത്ത് വരുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അത് രണ്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതിൽ നിന്ന് പകുതിയോളം ഇങ്ങോട്ട് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കി കുക്കറിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല പോലെ കുക്കർ ചൂടായതിൻ്റെ ശേഷം മാത്രം മാവ് ഒഴിക്കുക കേട്ടോ. അപ്പോഴേ ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ട് കിട്ടുള്ളൂ.
ശേഷം കുക്കറിൻ്റെ വിസിൽ അങ്ങോട്ട് ഊരി മാറ്റിയിട്ട് ഒരു 7 to 10 മിനിറ്റ് വരെ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ കുക്കറപ്പം റെഡിയായി. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇക്കാൻ്റെ എളാപ്പം ഉണ്ട് ഇവിടെ, അപ്പോൾ അവർക്ക് കൊടുത്തയക്കുകയാണ് കേട്ടോ. അപ്പോൾ എക്കെയും കുട്ടികളും കൂടെ അങ്ങോട്ട് കടയിലേക്ക് പോവുകയാണ് അവർക്ക് കൊടുക്കാൻ കേട്ടോ. നാട്ടിൽ നിന്ന് വന്നാൽ എല്ലാവർക്കും ഇങ്ങനത്തെ അപ്പങ്ങളോടൊക്കെ ഇഷ്ടമാവുമല്ലോ. കാരണം ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ അത് അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തം ഞാൻ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തത് ഇക്കാൻ്റെ ഫ്രണ്ടിന് കൊണ്ടുപോയി കൊടുത്തു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പോൾ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ കഴിച്ചു കേട്ടോ. അങ്ങനെയാണ് അൽഹംദുലില്ലാ നല്ലപോലെ സെറ്റായിട്ട് നല്ല ലെയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. എനിക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോയാൽ മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നാവുമെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനും ഭയങ്കര തയ്യാറെടുപ്പോടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോകാൻ സാധ്യത ഉണ്ടല്ലോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ റാഹത്തായി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങും കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുമാണ് പകൽ ടൈമിലൊക്കെ കേട്ടോ. നാട്ടിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പോയി കളിക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കുറേ നേരം അടച്ചു പൂട്ടിയിരിക്കാൻ അവർക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ ഫോണാണ് ഏറ്റവും നല്ലൊരു ആശ്വാസം അവർക്ക്. പിന്നെ ഫോണിനും ഒരു പരിധി ഉണ്ടല്ലോ, എത്ര നേരം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇതാ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതാ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. എന്നും വരില്ല, ഇക്കാൻ്റെ ഒഴിവിനനുസരിച്ചിട്ടൊക്കെ കേട്ടോ. ടൈമുള്ള പോലെയൊക്കെ ചെയ്യും. അങ്ങനെ ഇറങ്ങിയതാണ്. വെറുതെ ഇങ്ങനെ നടന്നിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് കറങ്ങി തിരിഞ്ഞ് പോയിട്ട് ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുട്ടികൾക്ക് പല കാര്യങ്ങളും സംശയമാണ്. 100 കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് അവരായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മളെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. നല്ല ചൂടുള്ള ടൈമാണെങ്കിലും രാത്രിയിൽ അങ്ങനെ ചൂട് തോന്നാറില്ല കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല, ചൂടൊക്കെ കുറേ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, വലിയ ചൂടും തോന്നില്ല, നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. പിന്നെ റോഡൊന്നുമല്ല, അങ്ങനെ കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ കൂളായിട്ട് കഥയൊക്കെ പറഞ്ഞ് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ അതാ കൂടെ നമ്മളെ കൂടെ ഒരു പൂച്ച കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഫ്ലാറ്റിൻ്റെ താഴെ കുറച്ച് പൂച്ചകളുണ്ട്. എപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും നമ്മളെ കൂടെ കൂടും കേട്ടോ. നമ്മൾ നിന്നാൽ അവർ നിൽക്കും. അങ്ങനെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ ഇവർ. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കലുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. പൂച്ചകൾ പെട്ടെന്ന് നമ്മളിട്ട് അടുക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിന്ന് നോക്കിയതാട്ടോ പോവുമെന്ന് നോക്കാൻ. പക്ഷേങ്കിൽ നോ രക്ഷ, പോകണേ ഇല്ല കേട്ടോ. നമ്മൾ നിൽക്കുമ്പോൾ അവന് നിൽക്കുകയാണ്. ഇവർ കുട്ടികൾക്ക് നല്ല രസട്ടാ. ഈ പൂച്ചൻ്റെ കാട്ടിൽ കാണുമ്പോൾ റിയമോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടാൾക്കും പെറ്റ്സ് ആയാൽ മതി കേട്ടോ. ലവ് ബേർഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പൂച്ചയും. അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഫുഡ് ഇവർ കഴിച്ചില്ലെങ്കിലും പൂച്ചക്ക് കൊടുത്തോളൂ. അങ്ങനെയാണ് കേട്ടോ. നാട്ടിലായാലും ഇവിടെ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൂച്ചനെയും കൊണ്ടാണ് ഇന്നത്തെ നമ്മളെ നൈറ്റ് വാക്ക്. ഇങ്ങനെ രാത്രി ഇറങ്ങുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാനും വേണ്ടിയിട്ട് പോകുമ്പോഴും നമ്മളെ കാറിൻ്റെ അടുത്ത് വരെ പൂച്ചകൾ വരും കേട്ടോ. 1-2 ആൾക്കാർ സ്പെഷ്യലായിട്ട് നമ്മളെ കൂടെ നടക്കലുണ്ട്. ഇവനാണ് മെയിൻ കേട്ടോ. നമ്മൾ കയറി പോകണ വരെ നമ്മളെ കൂടെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതാ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വേറൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇതാ ഇത് ഈത്തപ്പഴമാണ് കേട്ടോ. നമ്മൾ ഈത്തപ്പഴ മരത്തിൻ്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചൂടല്ലേ, സീസണാണല്ലോ. അപ്പോൾ ഇതാ ഒരു പച്ച ഈത്തപ്പഴം കിട്ടിയപ്പോൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലുണ്ടല്ലോ ഫാമിലിയും അതേപോലെ തന്നെ ബാച്ചിലേഴ്സൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കലുണ്ട് കേട്ടോ. കുറച്ച് കാറ്റൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഥ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അതെടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കഴിക്കലുണ്ട് കേട്ടോ. റൂമിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല നടക്കാൻ, അത്രയേ ഉള്ളൂ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, കാണുന്നടുത്ത് തന്നെയാണ് കേട്ടോ ഫ്ലാറ്റ്. അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് കഴിക്കലുണ്ട്. അങ്ങനെ കുറേ ഫാമിലിയും ബാച്ചിലേഴ്സൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ബൾബിൻ്റെ ലൈറ്റിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ കണ്ടില്ലേ, മോന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പൂച്ച എവിടെ പോയി എന്ന് നമ്മളടുത്ത് പോയോന്ന്. പക്ഷേങ്കിൽ പോയിട്ടില്ല. നമ്മളവിടെ ഇരുന്നപ്പോൾ ആളവിടെ അപ്പുറത്ത് മാറി കിടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എണീക്കണ വരെ ആളെ കിടക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലും പൂച്ച നമ്മളെ വിട്ടു പോയിട്ടില്ല കേട്ടോ. നമ്മൾ എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് എണീക്കണമെങ്കിലും അതുവരെ ആ കിടക്കും കേട്ടോ. ശരിക്കും നല്ല തമാശയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞും ചിരിച്ചൊക്കെ നേരം പോയത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. ഇക്കാക്ക് നേരം വെളുത്ത ഡ്യൂട്ടിയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുറേ സമയം ഇരിക്കാനുള്ള സമയം ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു. ബൈ.